ഇപ്പോൾ എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ചില ദിവസങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വെറുതെ കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമ്മുടെ തമ്മയിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് സ്നാക്ക് എന്നുള്ളത്. നമ്മുടെ കടല വറുത്തത്, വെള്ളക്കടല വറുത്ത് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കാം, മഴയൊക്കെ എൻജോയ് ചെയ്യാം. ഒരു ഗ്ലാസ് ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കഴിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ മഴക്കാലത്താണ് ഇതൊക്കെ കഴിക്കാൻ ഏറ്റവും സുഖം. മഴക്കാലത്ത് മടി പിടിച്ചിരിക്കുമ്പോഴും വൈകുന്നേരം വെറുതെ ഇങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കുമ്പോഴും കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഈ രീതിയിൽ കടല വറുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ കടല വറുക്കുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കടല ഒന്ന് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കടല വറുക്കാൻ തുടങ്ങാം. കടല വറുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റ് കടല ഉണ്ടല്ലോ, ഈ കടല 8 മണിക്കൂർ, ഇപ്പോൾ നമ്മൾ രാവിലെയാണ് കടല ഫ്രൈ ചെയ്യുന്നതെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ കടലയിൽ കൂടുതൽ വെള്ളമൊഴിച്ച് സോക്ക് ചെയ്തില്ലെങ്കിൽ കടല വീർത്ത് വരുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ മിനിമം 8 മണിക്കൂർ സോക്ക് ചെയ്യുക. 10 മണിക്കൂർ വരെ ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെയാണ് നമ്മൾ കടല വെള്ളത്തിലിടുന്നതെങ്കിൽ നമുക്ക് വൈകിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ കടല ഞാൻ അങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഒരു 5-6 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഈ കടല ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് ഒന്ന് കുക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയൊന്ന് കുക്കാവണം. അതൊരു 30% വരെ കുക്കായാൽ മതി. ഓവറായിട്ടങ്ങ് സാധാരണ നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്ന പോലെ കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ 240 ml മെഷറിംഗ് കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കടല വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഉള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. അത് കടലയുടെ ലെവലിൽ തന്നെ വെള്ളം ഒഴിക്കുക. ഒരുപാടങ്ങ് കൂടി പോകണ്ട. കണ്ടോ, കടലയും വെള്ളം ഒപ്പം നിൽക്കുന്ന രീതിയിൽ വയ്ക്കുക. ഇത് ഒറ്റ വിസിൽ മതി കുക്കറിൽ. അതിന് ശേഷം നമുക്ക് കടലയുടെ ചൂട് മാറി കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഉടനെ തന്നെ പ്രഷർ അങ്ങ് റിലീസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ വെയിറ്റ് പൊക്കി കൊടുക്കുക. അപ്പോൾ ആ പ്രഷർ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് പ്രഷർ റിലീസ് ചെയ്തിട്ട് നമുക്ക് ഈ കടല ഇനി നമ്മൾ ഈ വെള്ളത്തിൽ നിന്നൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വേറെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ ഈ കടലയിലെ വെള്ളം ചേർക്കാം കേട്ടോ. കടല ഉപയോഗിച്ച വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സഡ് വെജിറ്റബിൾ കറിക്കൊക്കെ ഗ്രേവി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. കണ്ടോ, കടലങ്ങ് ഓവർ കുക്ക് ആയിട്ടില്ല. ഇനിയിപ്പോൾ സ്ട്രെയിൻ ചെയ്തിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ അടിയിൽ വയ്ക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്ക് ചൂട് മാറി കിട്ടും. അപ്പോൾ ഞാനിത് സ്ട്രെയിൻ ചെയ്ത് ചൂട് മാറ്റിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കടലതാ കംപ്ലീറ്റ് ചൂട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയി. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കടല കുക്ക് ചെയ്യാൻ വയ്ക്കാൻ. ഇപ്പോൾ ഞാനൊരു ടർക്കി എടുത്തിട്ടുണ്ട്. ടർക്കിയിലേക്ക് കടല മാറ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടല എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഇപ്പോൾ ടർക്കി തന്നെ വേണമെന്നില്ല, നമ്മുടെ കിച്ചൺ പേപ്പർ ഉണ്ടല്ലോ, കിച്ചൺ പേപ്പറിലേക്ക് ഇട്ടിട്ട് തുടച്ചെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ച് വെള്ളം മാറ്റിയെടുക്കുക. പിന്നെ ഞാനിപ്പോൾ കടല ഫ്രൈ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, നമ്മുടെ നാടൻ ടേസ്റ്റ് വരും. അപ്പോൾ കടലയിൽ അധികം വെള്ളമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ആ ചെറിയൊരു നനവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കടല ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഫ്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ എണ്ണ ആദ്യം ചൂടാക്കാൻ വയ്ക്കുക. ഞാൻ എണ്ണ ചൂടാക്കാൻ വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 4-5 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടല കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഓവറായിട്ട് എണ്ണ ചൂടായി പുകഞ്ഞു പോകരുത്. എന്താണെന്ന് വെച്ചാൽ കടല വേഗം തന്നെ കരിഞ്ഞു പോകും. പുറം ഭാഗം ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ടാണ് കടല ഇടുക.
ഇത്രയും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് കടല ചൂടായി തുടങ്ങുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എണ്ണയിൽ ഇങ്ങനെ താഴ്ന്നല്ലേ കിടക്കുന്നത്. ഇതിനിപ്പോൾ അതൊക്കെ പൊങ്ങി വരും. കുക്കായി വരുന്നതനുസരിച്ച് അപ്പോൾ ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി തുടങ്ങിയാൽ മതി. സാധാരണ നമ്മൾ കപ്പലണ്ടി വറുക്കുമ്പോഴൊക്കെയുള്ള ഒരു കിലുങ്ങുന്ന സൗണ്ടില്ലേ, ആ സൗണ്ട് കേൾക്കുമ്പോഴാണ് കടലയും കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ വേറെ വഴി എന്താണെന്ന് വെച്ചാൽ എണ്ണയുടെ മുകൾ ഭാഗത്തേക്ക് പൊങ്ങി വരും. അതിൻ്റെ ആ വെയിറ്റ് കുറഞ്ഞിട്ട് പൊങ്ങി കിടക്കില്ലേ, അതുപോലെ പൊങ്ങി വരും ഫ്രൈ ആയി വരുമ്പോൾ. ഇനിയിപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ മഴക്കാലത്ത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്നാക്സ് അല്ലേ. കടല മസാല കപ്പലണ്ടി. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടിയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സാധാരണ കപ്പലണ്ടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കടല ഫ്രൈ ചെയ്യുന്ന പോലെ. അപ്പോൾ കപ്പലണ്ടി ഫ്രൈ ചെയ്യുന്നത് വേറെ രീതിയാണ്. കടല പോലെ അത്രയും ടൈം എടുക്കില്ല. ഇടയ്ക്കൊന്ന് ഇളക്കുക കേട്ടോ. അടിഭാഗത്തുള്ള കടലകളൊക്കെ ഒന്ന് മുകൾ ഭാഗത്തേക്ക് വരാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കടലയുടെ കളറങ്ങ് ഓവറായിട്ട് മാറിപ്പോകുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കടലയുടെ കളറങ്ങ് മാറിപ്പോവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കടല ഫ്രൈ ആയിട്ട് കടലയുടെ കളറങ്ങ് മാറിപ്പോവും. ഇതൊക്കെയൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് വരാനാണ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ചാറ്റ് മസാല ചേർക്കാം, ഗരം മസാല ചേർക്കാം. പിന്നെ ഇത് തന്നെ നമ്മൾ ഈ കടല വെച്ചിട്ട് തന്നെ നമ്മൾ ചാട്ട് ഉണ്ടാക്കുമല്ലോ, ഈ വൈറ്റ് കടല വെച്ചിട്ട് തന്നെ, അത് ഈ ഒരു ഫ്രൈ ചെയ്ത കടല ഉപയോഗിച്ചിട്ടും ചാട്ട് ഉണ്ടാക്കാം. കുറച്ച് സവോളയും തക്കാളിയും മല്ലിയിലയും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാട്ടും റെഡിയാക്കി എടുക്കാം. ഈ ഫ്രൈ ചെയ്ത കടല ഉപയോഗിച്ചിട്ടും. അപ്പോൾ രണ്ട് രീതിയിലും ചാട്ടുണ്ടാക്കാം. അങ്ങനെ പല പർപ്പസാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ചൂട് ചായയും കടല ഫ്രൈ ചെയ്തതും കൂടെ കഴിക്കുന്നതാണ്. എരിവുള്ള കടല കുട്ടികൾക്കാണെങ്കിൽ എരിവ് ചേർക്കണ്ട, മുളക് പൊടി ചേർക്കാതെ മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ കടല എണ്ണയിൽ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മേളിലേക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് മാറി വന്നിട്ടുണ്ട്. പിന്നെ അതാ ഇതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ ഈ ഒരു കിലുങ്ങുന്ന സൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു സൗണ്ടും കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ കടലയുടെ കളർ വല്ലാതെ അങ്ങ് മാറിപ്പോവണ്ട. വല്ലാതെ മാറിയിട്ടുണ്ടെങ്കിൽ കടല കാണാൻ തന്നെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കടല മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കടല ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. കടല ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക. ആ എണ്ണ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക എന്ന് പറയുന്നത്. ഓരോ ബാച്ചും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അതിനുശേഷം കടല ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇത് കടല മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ കടല മുഴുവൻ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഈ കിച്ചൺ പേപ്പറിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പേപ്പറിലേക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കുറച്ച് ബലത്തിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് പൊടിഞ്ഞു വരും. ഇതുപോലെയാണ് കടല കുക്കായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചൂടോടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ട് പ്രസ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇതാ കഴിച്ചൊക്കെ തുടങ്ങി കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ കഴിച്ചു തുടങ്ങി. അപ്പോൾ എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇത് വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. മുളക് പൊടിയൊന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ കടല കുക്ക് ചെയ്യുമ്പോൾ ചേർക്കേണ്ടതാണ്. ഇപ്പോൾ ചേർത്താലും മിക്സ് ആയിക്കോളും. അപ്പോൾ ഉപ്പ് ചേർക്കുക ആവശ്യത്തിന്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കടലയുടെ എല്ലാ ഭാഗത്തേക്കും
ഉപ്പും മുളക് പൊടിയും ആവുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ കടല കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട. പിന്നെ ചാറ്റ് മസാലയോ ഗരം മസാലയോ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് കഴിച്ചു നോക്കി. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കടിക്കുമ്പോഴുള്ള സൗണ്ടൊക്കെ. അപ്പോൾ ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ ടീയുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചായ കുടിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഗ്രീൻ ടീ ആണുള്ളത്. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഫോട്ടോ എടുക്കണം. എടുത്തു. അപ്പോൾ ഞാനിനി ഇത് അധിക സമയം വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ കൊടുക്കാൻ. ഇവിടെ നമ്മുടെ കൊതിയൻ കുട്ടി കഴിച്ചു തുടങ്ങി. കൊതിയൻ കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ട കിച്ചൂസ് അല്ല, രാജീവേട്ടനാണ്. കിച്ചൂസിന് ഇങ്ങനെയുള്ള ഡിഷുകളോടൊന്നും അത്രയ്ക്ക് അങ്ങ് കൊതിയൊന്നുമില്ല. കിച്ചൂസിന് ചാട്ട് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചൂട് മാറി കഴിയുമ്പോൾ എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ചുകൊണ്ടേ ഇരിക്കാം. മസാല കപ്പലിനിടെ അത്രയും സമയമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളാണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ഐക്കണ്ട് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി അധികം സമയം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.